പ്രിയമുള്ളവരെ, ഇന്ന് പെസഹ വ്യാഴം. കുറ്റബോധമുണ്ടാക്കാത്ത ആഹ്ലാദങ്ങൾ അന്വേഷിക്കുക. യൂദായെ പലപ്പോഴും നമുക്ക് പുറത്തുള്ള ഒരാളായി നാം ധരിച്ചിരിക്കുന്നുവെന്നതാണ് വലിയൊരപരാധം. യൂദാസ് നമുക്കുള്ളിലെ സാധ്യതയാണ്. ക്രിസ്തു ശിഷ്യത്വത്തിൻ്റെ വഴികളിൽ ആർക്കും സംഭവിക്കാവുന്ന ഒരിടർച്ചയുടെ സാധ്യത. ക്രിസ്തുവിൻ്റെ കൂടാരത്തിൽ വസിച്ചിട്ടും അവൻ്റെ സൗന്ദര്യം കാണാതെ പോയ ഒരാൾ, ക്രിസ്തുവിൻ്റെ അധരങ്ങളിൽ നിന്നും വചനം കേൾക്കാൻ ഭാഗ്യമുണ്ടായിട്ടും ഹൃദയം കഠിനമാക്കിയ ഒരാൾ, ഒരേ ഊണുമേശയിൽ ഇരുന്നിട്ടും ക്രിസ്തുവിൻ്റെ രുചി അറിയാതെ പോയ ഒരാൾ. പുറത്തുള്ള പലരും ക്രിസ്തുവിൻ്റെ മഹത്വവും സൗന്ദര്യവും കണ്ടിട്ട് തങ്ങളുടെ ജീവിതത്തിൻ്റെ പരിമളതൈല ഭരണികൾ അവൻ്റെ മുൻപിൽ ഉടച്ച് അഭിഷേകം ചെയ്യുമ്പോൾ യൂദാ മാത്രം കലഹിക്കുകയാണ്, ഈ പാഴ്ചിലവ് എന്തിനെന്ന്. ക്രിസ്തുവിന് വേണ്ടി നൽകിയതൊക്കെ വെറും പാഴാക്കലുകളാണെന്ന് കരുതുന്നവരിലൊക്കെ മറഞ്ഞു നിൽക്കുന്നത് യൂദായാണ്. കണക്കെന്ന ശാസ്ത്രം യൂദായുടെ ഹൃദയത്തെ കീഴടക്കുന്നു. വിലയിടാതെ അയാൾക്കിനി ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാനാവില്ല. അയാൾ ദൈവത്തിനു പോലും വില നിശ്ചയിക്കുകയാണ്, 30 വെള്ളിക്കാശ്. ഈ വില നിർണയത്തിലൂടെ ദുരന്തങ്ങളിലേക്ക് ഈ മനുഷ്യൻ കൂപ്പുകുത്തുകയാണ്. ജീവിതത്തിലെ ബാക്കി എല്ലാ വില നിർണയങ്ങളും ക്രിസ്തുവിന് നൽകുന്ന വിലയുമായി ബന്ധപ്പെടുത്തി മാത്രമേ നമുക്ക് ചിന്തിക്കാനാവൂ. ദൈവത്തിന് 30 വെള്ളിക്കാശിൻ്റെ വില നൽകുന്നയാൾ വീട്ടിലുള്ളവർക്കും പുറത്തുള്ളവർക്കും എന്ത് വില നിശ്ചയിക്കും? തീർച്ചയായും അത് 31 നാണയങ്ങളാകാൻ വഴിയില്ല, അതിൽ കുറയുകയേ ഉള്ളൂ. ഇനി തനിക്ക് തന്നെ അയാൾ എന്ത് വിലയിടും? തനിക്ക് ജീവിക്കാൻ തന്നെ വിലയില്ല. അതുകൊണ്ട് അയാൾ സ്വയഹത്യയിലേക്ക് ശിരസ് കുനിച്ച് നടന്നു പോകുന്നു. എന്നാൽ ക്രിസ്തു ഇയാളുടെ ജീവിതത്തിലേക്ക് ഹൃദയപൂർവ്വം ഇടപെടാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഭക്ഷണമേശയിലിരുന്ന് ക്രിസ്തു പറയുന്നത്, എന്നോടൊപ്പം അപ്പം പങ്കിടുന്നൊരാൾ എന്നെ ഒറ്റിക്കൊടുക്കുമെന്ന്. എന്നാൽ ദൈവത്തിൻ്റെ ഓരോ ഇടപെടലുകൾക്ക് ശേഷവും അവൻ്റെ ഹൃദയം പിന്നെയും പിന്നെയും കഠിനമാകുന്നു. അത്താഴമേശയിൽ നിന്ന് അവൻ ഇറങ്ങിപ്പോയത് ഇരുളിലേക്കാണ്. അവസാനമായി ഒരിക്കൽ കൂടി ആ അനന്ത സ്നേഹം യൂദയെ നേരിടുന്നുണ്ട്. ചുംബനത്തിലൂടെ തന്നെ കാണിച്ചു കൊടുക്കാൻ എത്തുമ്പോൾ ക്രിസ്തു അവൻ്റെ മിഴികളിലേക്ക് നോക്കി മന്ത്രിക്കുന്നത് സ്നേഹിത എന്നാണ്. പിന്നീട് നാം ഇങ്ങനെ വായിക്കുന്നു, 30 വെള്ളി നാണയങ്ങളുമായി അവൻ മടങ്ങിയെത്തി. നിഷ്കളങ്ക രക്തത്തെ ഞാൻ ഒറ്റിക്കൊടുത്തുവെന്ന് ഏറ്റുപറഞ്ഞു. പുരോഹിതരാവട്ടെ, അതിന് ഞങ്ങൾക്കെന്ത് എന്ന് മറുപടി നൽകി. അവൻ ആ നാണയങ്ങൾ ദൈവാലയ വാതിൽക്കൽ വലിച്ചെറിഞ്ഞിട്ട് കെട്ടിഞ്ഞാന്ന് ചത്തു. അപരാധങ്ങളുടെ വഴികളിൽ ഒരാളെ കാത്തിരിക്കുന്ന വ്യഥകളുടെ പൊള്ളുന്ന ഉപമയാണീ വാക്കുകൾ. അവൻ ആ നാണയങ്ങൾ വലിച്ചെറിഞ്ഞു. ഈ നാണയങ്ങൾക്കു വേണ്ടിയാണ് അവൻ ഈ അപരാധമൊക്കെ ചെയ്തത്. എന്നിട്ടും അതുമൂലം നേടിയ ധനം അവന് ആസ്വദിക്കാനാവുന്നില്ല. പകരം അവനതിനെ കഠിനമായി വെറുക്കുകയാണ്. ഒരു ചെറുതുട്ടുപോലും തനിക്കു വേണ്ടി എടുക്കാൻ അവന് കഴിയുന്നില്ല. തിന്മയുടെ വഴിയിൽ നിന്ന് നാം ശേഖരിക്കുന്ന ആഹ്ലാദങ്ങൾക്ക് കൂടുതൽ ആയുസ്സില്ലെന്നറിയുക. അതുകൊണ്ട് കുറ്റബോധങ്ങളില്ലാത്ത ആഹ്ലാദങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ് പ്രധാനം. ദൈവാലയ ഭണ്ഡാരത്തിൽ പോലും ആ നാണയങ്ങൾ ഇടം കണ്ടെത്തിയിട്ടില്ല എന്നാണ് വേദപുസ്തകം രേഖപ്പെടുത്തുന്നത്. എല്ലാ നാണയങ്ങൾക്കും ഇടമുള്ളതാണ് ദൈവാലയത്തിലെ ഭണ്ഡാരപ്പെട്ടി. പക്ഷേ അവിടെ പോലും യൂദയുടെ നാണയങ്ങൾ ഇടം കണ്ടെത്തിയില്ലെന്ന് വായിക്കുമ്പോൾ വല്ലാതെ നടുങ്ങുന്നുണ്ട് ഞാൻ.
ചില അധർമ്മങ്ങൾക്ക് ദൈവമേ നിന്റെ ഭണ്ഡാരത്തിൽ പോലും ഇടം കണ്ടെത്താതെ പോകുമോ? ചിതറിയ നാണയത്തിലല്ല ഈ സംഭവത്തിൻ്റെ തിരശീല വീഴുന്നത്, ചിതറി വീണ ജീവിതത്തിലാണ്. ജീവിക്കാനുള്ള ഒരു മിനിമം ഗ്യാരണ്ടി എന്താണ്? കണ്ണാടിയിൽ നോക്കുമ്പോൾ നമുക്ക് നമ്മോട് തന്നെ ഇഷ്ടം തോന്നണം. ഈ പെസഹ വ്യാഴാഴ്ച നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് ആത്മാർത്ഥമായി ഒന്ന് നോക്കാം. നാം നേടിയതും ഇപ്പോൾ നേടുന്നതുമൊക്കെ അവസാനം നമുക്ക് ഉപകരിക്കുമോ? നമ്മുടെ നേട്ടങ്ങൾ നമുക്ക് ആഹ്ലാദമാണോ കുറ്റബോധമാണോ സമ്മാനിക്കുന്നത്? കുറ്റബോധമുണ്ടാക്കാത്ത ആഹ്ലാദങ്ങളും നിക്ഷേപങ്ങളും മാത്രം നമുക്ക് സ്വരൂപിക്കാം. അതിന് യൂദയുടെ ജീവിതം നമുക്കൊരു പാഠമാകട്ടെ. ഏവർക്കും പെസഹ തിരുനാളിൻ്റെ ആശംസകൾ. സസ്നേഹം, ഈപ്പനച്ചൻ.